ഞാൻ ഒരു കവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാൻ വയോ. അതിനുള്ള ഇതേപോലത്തെ കവറുകളായിരിക്കും പഴയ ബുക്കിൻ്റെ മാറ്റി കേട്ടോ. കളേഴ്സ്, സിസേഴ്സ്, ഏതെങ്കിലും ഒരു വള്ളി, തിക്നെസ് പാടില്ല. ഇതേപോലത്തെ ക്രോഷേ ത്രെഡൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഇത്തിരി കളർ ഇത്ര മതി നമുക്ക് ഈ ഒരു കവർ ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. പിന്നെ പാതി ഇട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു കൊടുക്കാം. സ്കെയിൽ വെച്ചൊന്ന് കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ സ്കെയിൽ വെച്ചൊന്ന് ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യത. നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ 2 പേപ്പർ വേണം. പേപ്പറിലേക്ക് ഒരു തിന്നായിട്ടുള്ള കാർഡ്ബോർഡ് ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഇതൊന്ന് മെഷർ എടുത്ത് കൊടുക്കണം. ഇതിൻ്റെ ബാക്കില്ലേ ഇതിനൊന്ന് കളർ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ബാക്കിലൊന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കവർ ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതും കൂടി കവറടിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. കവറടിക്കാൻ ഇതും കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ വെച്ചിട്ട് വരാം. എന്നിട്ട് ബാക്കി ഇതേപോലത്തെ ഒരു പീസസ് ഉണ്ടെങ്കിൽ പീസസ് അല്ല കാർഡ്ബോർഡ് പീസ്. അപ്പം ഇതാണ് നമുക്ക് ഇതേപോലെ ഇവിടെ വരെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ 2 സൈഡിലും ഇങ്ങനെ ഏത് 2 പീസ് ഉണ്ടാക്കി വെച്ചിരിക്കണം. നമുക്കിതിനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇതൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴി സെറ്റാക്കാം. അത് ഞാൻ യൂസ് ചെയ്യാൻ എത്ര പ്രാവശ്യത്തിലിട്ടാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ എൻഡും ഇതും പിന്നെ അപ്പം ഇത്ര എടുത്ത് ഞാൻ വള്ളിയും കൂടെ ഒട്ടിച്ചപ്പോഴേക്ക് നമ്മുടെ ബാഗൊക്കെ ശരിയായിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഇതിൽ എഴുത്തൊക്കെ ചെയ്തട്ടോ. ഇനി എഴുതിയിട്ട് അവസാനിച്ച് കാണിച്ചു തരാവേ. പിന്നെ ബാഗ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ശരി.